കൂടെയുള്ളത് നമ്മുടെ അനന്യയാണ്. അനന്യ വരുന്ന ബാംഗ്ലൂരിൽ നിന്നാണ്. അനന്യ എന്താണ് മലയാളിയാണ്, പക്ഷെ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. പാരൻസ് കുഞ്ഞിലെ തന്നെ ബാംഗ്ലൂർ പോയിട്ട് സെറ്റിൽഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ അനന്യ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ തോന്നുന്നുണ്ട് ഫർഗാനെ, അതുപോലെ തന്നെ നമ്മുടെ കോളേജും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഒരു ഒപ്പീനിയൻ ഉള്ളത്? കോളേജ് ഇസ് ലൈക്ക് വണ്ടർഫുൾ. ലൈക്ക് നമ്മളൊരു കിംസ് സ്റ്റേജിലുണ്ട്. ലൈക്ക് ബാംഗ്ലൂരിൽ ഒരു കെമ്പഗൌഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിക്കുന്ന മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. സോ ഇറ്റ് ഗിവ്സ് എ 5-star റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കോളേജാണ്. ഓക്കെ, നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 5-6 ദിവസം ആവുന്നുണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ ഇവിടുത്തെ ലോക്കൽസുമായിട്ട് എന്തായാലും പിന്നെ പുറത്ത് പോകുന്ന സമയത്ത് ലോക്കൽസിനെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കറ്റൊക്കെ പോയിട്ടുണ്ടാവും. ഇവിടുത്തെ ലോക്കൽസൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത്? അവർ വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ അവർക്കൊരു ഇന്ത്യയിൽ നിന്ന് വന്ന ആളെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. ലൈക്ക് അവർക്ക് ഒരുപാട് ആൾക്കാരെ ലൈക്ക് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരെ അറിയുന്ന മാതിരിയും പിന്നെ അതേമാതിരി ഒരു സിസ്റ്റർലി ഫീലിംഗ് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തായാലും നിങ്ങൾ ക്യാമ്പസ് കണ്ടു. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തായാലും ക്ലാസ്സസ് ഒന്നും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഓൾറെഡി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹോസ്റ്റലിൽ ഇന്ത്യൻ ഫാക്കൽറ്റീസ് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ലെക്ചേഴ്സിനെയൊക്കെ പോലെ ഭയങ്കര റഫാണ്, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ട്. അത് അവർ നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ? പ്രോപ്പറായിട്ട് ചെയ്തു തരുന്നുണ്ടോ? അവരൊരുപാട് ഫ്രണ്ട്ലി ആണ്. ഇപ്പം നമുക്കൊരു ലേറ്റ് നൈറ്റ് ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സോർട്ട് ചെയ്ത് തരും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്കും കുറച്ചൊരു സെക്യൂർ ആയ ഒരു ഫീലിംഗ് ഉണ്ടാവും ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുമ്പോൾ. ഹോസ്റ്റലിൽ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? അതെ, കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് പറയുന്നത് നമ്മുടെ ലിവിങ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നോർമലി പാരൻസിന് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യം അതാണ്. കാര്യം നോർമലി നമ്മൾ ഈ പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പോയിട്ട് അതൊക്കെ എത്രത്തോളം സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഗൂഗിളിൽ ചിലപ്പോൾ നോക്കുമ്പം $100 ജീവിക്കാൻ എന്ന് പറയുന്ന രാജ്യത്ത് പോയിട്ട് ചിലപ്പോൾ ജീവിക്കാൻ $250 വേണം. സോ നിങ്ങളിവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലൊരു എക്സ്പെൻസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതെ, ആക്ച്വലി മോർ ചീപ്പർ ആണ്. ചില ഐറ്റംസ് ഒക്കെ ഇറ്റ് ഇസ് മച്ച് ചീപ്പർ ദാൻ ബാംഗ്ലൂർ. ഒരു ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് അത്രയൊന്നും എമൗണ്ട് ആവുന്നില്ല ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിച്ചിറങ്ങാൻ തന്നെ. മെസ് ഫുഡ് ഇസ് ഓൾസോ ദർ, ബട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ബിക്കോസ് എന്തായാലും ഇപ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസവും പോയിട്ട് മെസ്സിൽ നിന്ന് കഴിക്കലൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അതിപ്പോൾ എത്ര നല്ല ഫുഡ് വന്നാലും അതൊന്നും ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള 100% നമുക്ക് മേബി പുറത്ത് പോയിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പാരൻസ് എന്നോട് ചോദിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ മന്ത്ലിയുള്ള മെസ്സിൻ്റെ കോസ്റ്റ് മാത്രം നോക്കിയിട്ട് ഇവിടുത്തെ ലിവിംഗ് കോസ്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർ പോയിട്ട് ചിലപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് മേടിച്ച് കഴിക്കും. ഒരു കടയിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് മേടിച്ച് കഴിക്കാൻ ഇറ്റ്സ് കോമൺ തിങ്. അതാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് നാടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് നമ്മുടെ നാടുമായിട്ട് എന്താണ് സിമിലർ? ചില കാര്യങ്ങളിൽ സിമിലർ ആണ്, ചില കാര്യങ്ങളിൽ കുറച്ച് ചീപ്പറും ആണ്. ബട്ട് ചിലതിൽ നമുക്ക് ലൈക്ക് ചില കാര്യത്തിലൊക്കെ നമ്മൾ കോസ്റ്റ് പിടിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അല്ല, അതെന്തായാലും ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു കംഫർട്ടിൽ ഒരുപാട് എക്സ്പെൻസിൽ എന്തായാലും പോകാൻ പറ്റും. അതേക്കുറിച്ച് നമ്മൾ എന്താണ് പൈസ മാക്സിമം പിടിച്ച് തന്നെ നമ്മൾ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾ ക്ലാസ്സസ് പോകാനായിട്ട് പോവാണ്. ഇപ്പോൾ കറണ്ടിലുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇറ്റ്സ് ഗ്രേറ്റ്. ആക്ച്വലി ഞാൻ വിചാരിച്ചൊരു കോളേജ്, ലൈക്ക് ഞാൻ ഒരു ഡ്രീം ചെയ്തൊരു കോളേജിൽ വന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ഗ്രേറ്റ് ചാൻസ് ആയി കരുതുന്നു. പഠിക്കാൻ കഴിയണമെന്നുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു മോളെ. താങ്ക് യു സർ.